കണ്ണീരുണങ്ങുന്നതേയില്ല. കീർത്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും അമ്മയെ കരയിക്കും. മക്കളിൽ കീർത്തി കൂടി മറഞ്ഞതോടെ അച്ഛനമ്മമാരുടെ മുഖത്തെ ചിരി തന്നെ മാഞ്ഞു. ഞങ്ങള് 3-3.5 വയസ്സ് തൊട്ട് ഡാൻസും പാട്ടും എല്ലാം പഠിപ്പിച്ച് മിടുക്കിയായിട്ട് സ്കൂളിൽ വന്നതാ. ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. പോണ്ടിച്ചേരിയിൽ MBBS അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു കീർത്തി സുനികുമാർ. ഏപ്രിൽ 26 കീർത്തിക്ക് ശാരീരിക അവശത അനുഭവപ്പെട്ടു. മകളെ സന്ദർശിച്ച് നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങിയ രക്ഷിതാക്കൾ യാത്ര ഉപേക്ഷിച്ച് ഒപ്പം നിന്നു. കീർത്തി പഠിച്ചിരുന്ന പോണ്ടിച്ചേരിയിലെ ആശുപത്രിയിൽ ഏതാനും ദിവസം ചികിത്സിച്ചു. തുടർന്ന് മെയ് 6 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആദ്യം പ്രവേശിപ്പിച്ച കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിച്ചതനുസരിച്ച് മെയ് 9 കീർത്തിയെ പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി മരണം സംഭവിച്ചു. രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നതിൽ വന്ന വീഴ്ച മകളുടെ പ്രാണൻ അപഹരിച്ചു എന്നതാണ് പരാതി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KR രാജന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് വിഷയം പരിശോധിച്ചത്. രക്ഷിതാക്കൾ ആക്ഷേപം ഉന്നയിച്ചതുപോലെ തന്നെ കീർത്തിയുടെ മരണത്തിന് മെഡിക്കൽ നെഗ്ലിജൻസ് കാരണമായി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയം അന്വേഷിക്കുന്നതിന് ACP റാങ്കിൽ കുറയാത്ത ആൾ വേണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടം നമ്മൾ വിജയിച്ചു, അല്ലെങ്കിൽ ആശ്വാസകരമാണ്. നെഗ്ലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ നമ്മളതിൻ്റെ പുറകിലെ ബുദ്ധിമുട്ട് അനുഭവിച്ച ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. ഞങ്ങളെല്ലാ കാര്യത്തിലും പുറകെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളുടെ പുറകെ തന്നെ പ്രവർത്തിച്ചു. പിന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നും ആവശ്യമുള്ള സഹകരണങ്ങളും ലഭിച്ചു. നെഗ്ലിജൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചികിത്സിച്ച 2 ആശുപത്രികളിൽ നിന്നും നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പം അതനുസരിച്ച് അസ്റ്റർ മെഡിസിറ്റിയിലും റിനെ മെഡിസിറ്റിയിലും 2 ഹോസ്പിറ്റലിലും ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു നിലപാട്. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഊന്നുകൽ കൃതികയിൽ സുനികുമാറിനും കലയ്ക്കും ആ നഷ്ടം താങ്ങാനാകുന്നതല്ല. മകൾ ഡോക്ടറായി കാണണമെന്ന ദീർഘകാല അഭിലാഷം പൂർത്തീകരണത്തിനടുത്തെത്തും മുൻപായിരുന്നു അപ്രതീക്ഷിത വിയോഗം. കുഞ്ഞിന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എനിക്കൊന്നും പറയാനില്ല. അതേസമയം പോലീസ് അന്വേഷണവുമായി സഹകരിച്ചു വരികയാണെന്ന് ആസ്റ്റർ മെഡിസിറ്റി PRO പ്രതികരിച്ചു. മറ്റൊരു ആശുപത്രിയിൽ നിന്നാണ് കീർത്തിയെ കൊണ്ടുവന്നതെന്നും വിശദമായ പരിശോധനയ്ക്ക് സാവകാശം ലഭിക്കും മുൻപ് മരണം സംഭവിച്ചുവെന്നുമാണ് റിനെ മെഡിസിറ്റി അധികൃതരുടെ പ്രതികരണം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.